കുടിക്ക. മോളെ എന്താ സംഭവിച്ചത്? ഒന്ന് തെളിച്ചു പറ. ഞാൻ പറഞ്ഞില്ലേ ആന്റി, ഇത്തിരി കഴിച്ചതിന്റെ ആയിരിക്കും ഇതൊക്കെ. മോള് സിദ്ധുവിനെ ദേവികയും ഒന്നും കണ്ടില്ലേ? അങ്കിളും ദേവികയും നന്ദനെ തിരക്കി പോയതാണോ? അതെ മോളെ, എല്ലാവരും ആകെ പേടിച്ചു പോയി. ആന്റി, ഒരു പ്രശ്നവും ഇല്ല. ആന്റി ടെൻഷൻ ആവാതെ. അപകടം എന്തെങ്കിലും പറ്റിയതാണോ മോളെ? ആന്റി നോക്ക്, നന്ദന്റെ ദേഹത്ത് വല്ല മുറിവുണ്ടോന്ന്. ഒന്നുമില്ലാന്നേ. എന്നെ പരിചയമുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ ചെന്നത്. അവിടെ എത്തിയപ്പോഴാ മനസ്സിലായത് മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണെന്ന്. വേറൊരു പ്രശ്നവുമില്ല. ഞാൻ അപ്പോഴേ നന്ദനെ കാറി കയറ്റി ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാ ഒരു സമാധാനമായത്. മോനെ, നിന്റെ ഈ കയ്യിൽ തിരുമേനി കെട്ടി തന്ന ചരട് എവിടെ? എനിക്കറിയില്ല അമ്മേ. ഇവനൊന്ന് ഓക്കെ ആവട്ടെ ആന്റി, എന്നിട്ട് ചോദിക്കാനല്ല. നന്ദൻ മദ്യപിക്കാത്ത ആളാ മോളെ. പിന്നിപ്പോ എന്തിനാ ഇവൻ മദ്യപിച്ചേ? ഋഷി, അവനെന്നെ കൊല്ലും. ഒന്നുമില്ല. ഇതെന്താ മോളെ ഇത്? ഋഷിന്ന് നേരത്തെയും പറഞ്ഞല്ലോ. മദ്യത്തിന്റെ ലഹരിയില് നന്ദൻ ഓരോന്ന് വെറുതെ തോന്നുന്നതാ. അല്ല, അങ്ങനല്ല. നന്ദ റിലാക്സ്. ഞാൻ കണ്ടതാ. അവനെന്റെ പിന്നാലെ ഉണ്ട്. ആന്റി, നന്ദൻ ഏതൊക്കെയോ പഴയ കൂട്ടുകാരെ കണ്ടു. എന്നോട് പറഞ്ഞിരുന്ന ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവുമെന്ന്. ആ പാർട്ടിയിലായിരിക്കും ഇങ്ങനെ മദ്യപിച്ചത്. മദ്യപിച്ചപ്പോ ഉള്ളിലെ പേടിയും കുറ്റബോധവും ഒക്കെ പുറത്തു വന്നു. അതിന്റെ ലഹരിയില് ചുമ്മാ അങ്ങ് തോന്നി ഋഷി വന്നൂന്ന്. അല്ല, അങ്ങനല്ല. ഋഷിയെ കൊന്ന ഞാനല്ലേ? അപ്പോ എന്നോട് പ്രതികാരം ചോദിക്കാൻ വേണ്ടി വന്നതാ. അവനെന്നെ കൊല്ലും. ഇങ്ങനൊന്നും പറയല്ലേ. ഇനിയിപ്പോ ഒന്നും ചോദിക്കണ്ട ആന്റി. ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയും വേണ്ട. നന്ദന് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും ഞാനുണ്ട് കൂടെ. എന്നാലും എന്റെ നന്ദൻ മദ്യപിച്ചിട്ടൊന്നും വരാറില്ല. അമ്മ സോറി അമ്മ, മദ്യപിച്ചതിന് സോറി. ഇനിയില്ല. എന്തിനാ മോനെ നീ ആവശ്യമില്ലാത്ത ഓരോ ശീലങ്ങളൊക്കെ തുടങ്ങിയത്? അമ്മ സോറി, അമ്മ സോറി. അമ്മ വിഷമിക്കരുത്. ഇല്ല, ഇനിയില്ല. ഇനി ഞാൻ കള്ളു കുടിക്കില്ല. പക്ഷെ ഋഷി, അവനെ ഞാൻ കണ്ടതാ. എന്താ നന്ദ ഇത്? മോനെ, ഋഷി നീ എവിടെ വെച്ചാ കണ്ടത്? അത് ഞാൻ ബൈ റോഡിൽ കൂടെ നടന്നു വന്നപ്പോ അവനെന്നെ പിന്തുടർന്ന് വന്നതാ. എനിക്കറിയാം അവനെന്നെ കൊല്ലാനാ വന്നേ. എന്നെ കൊല്ലും. എനിക്ക് പേടിയാ. ആന്റി, ഞാൻ നന്ദനെ മുകളിൽ കൊണ്ട് കിടത്താം.
കഴിയുന്നതും അങ്കിളിനെ ഇന്ന് നന്ദനെ കാണാൻ സമ്മതിക്കണ്ട. നന്ദൻ ആവശ്യമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാ അത് കുഴപ്പോ. എന്തൊക്കെയാണോ ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ കൂടെ ഉണ്ട് ആന്റി. നന്ദന് വിഷമം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നന്ദനെ കൊണ്ടുപോയി കിടത്തട്ടെ. ശരി മോളെ. എനിക്കിടാ, എനിക്ക് വാ. നന്ദ വാ.